ഏതാണ് ഈ പിച്ചക്കാരൻ? ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദ പൂക്കി എയറിലാണ്. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ മഴക്കെടുതിയാണ്. എടാ ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ. ഇനി വി.ഡി. സതീശൻ്റെ ഈ പറഞ്ഞ ഹെലികോപ്റ്റർ കോൺസ്പിറസി അല്ല, ഹെലികോപ്റ്റർ എന്താ പറയുക കോണ്ടന്റ്, ഇത് ആക്ച്വലി കോൺസ്പിറസി എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം എന്താ പറയുക, വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഈ ഹെലികോപ്റ്ററും കൊണ്ടുപോയത് ഭാര്യാപിതാവിനെ ചികിത്സയിൽ കിടക്കുന്ന സമയത്ത് കാണാനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും അവർ തന്നിട്ടില്ല. പിന്നെ അതുമ്മ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. പക്ഷെ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരുപാട് പേര്, പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞത് ഇത് പോയത് ചികിത്സയിലുള്ള ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തി, പക്ഷെ പിന്നെ റോഡ് വഴിയാണ് പോയി ഭാര്യാപിതാവിനെ കണ്ടത്. 2 വട്ടം ലാൻഡ് ചെയ്യാൻ നോക്കിയിട്ട് റോഡ് വഴി വന്ന് ആ ഒരു സമയം ലാഭിച്ച് വന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഏത് തരം മീറ്റിംഗ് ആണ് അന്നേ ദിവസം കൊച്ചിയിൽ നടന്നതെന്നുള്ളത് നമുക്കറിയണം. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. ആൻഡ് ഇനി അടുത്തത് സൽക്കാരം, പൊന്നാനിയിൽ വെച്ച് നടന്ന സൽക്കാരത്തിൻ്റെ വിഷയം. ഒന്നാമത്തെ കാര്യം, മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നാണ്. ഇപ്പോൾ പിണറായി വിജയനാണെന്നുണ്ടെങ്കിലും പല ദുരന്തങ്ങൾ വന്ന സമയത്തും കേരളത്തിൻ്റെ മുന്നിൽ ലീഡറായിട്ട് നിന്ന് ഞാനാണ് ക്യാപ്റ്റൻ കപ്പിത്താൻ എന്ന് പറഞ്ഞ് നിന്ന സമയത്ത് അയാൾ നിരാഹാര സമരം ചെയ്തിട്ടോ അല്ലെങ്കിൽ നിരാഹാരം കിടന്നിട്ടോ ഒന്നും അല്ലല്ലോ. ആ സമയത്താണ് മുഖ്യമന്ത്രി ഈ വിരുന്നിന് പോകുന്നതും സൗഹൃദ സന്ദർശനത്തിന് പോകുന്നതും. ഒരിക്കൽ കൂടി പറയുന്നു, തിരക്കിട്ട പരിപാടിക്കിടയിൽ അങ്ങോട്ട് കയറി കഞ്ഞു കുടിച്ചിട്ട് വരാൻ പോയ പോക്കല്ല. പത്രം ഓഫീസുകളെ അറിയിച്ചതിന് ശേഷം നടത്തിയ സൗഹൃദ സന്ദർശനമാണ്. വേണ്ടി വന്നാൽ മാറ്റിവെക്കാവുന്നത്. മാറ്റിവെച്ചിരുന്നെങ്കിൽ 12-13 വിഭവങ്ങൾ പാഴാകുമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കില്ലല്ലോ. ഇത് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരുപാട് PR ആയില്ലേ, ഒരുപാട് PR പണിയായി, ഒരുപാട് PR പരിപാടികൾ കണ്ടു. കൊടുക്കട്ടെ സാറേ, മനസ്സിലായി. ഇവിടെ എല്ലാ PR പോലും ഈ സാധനം വർക്കാവൂല. അപ്പം PR എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നൊക്കെ മാറി ഇനി റിയാലിറ്റിയിലേക്ക് വരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ CMOയുടെ പ്രസ് റിലീസിലുള്ളതാണ്. 2 മണിക്ക് ഫൈസൽ ബാഫക്കി തങ്ങളുടെ റെസിഡൻസിൽ പൊന്നാനിയിലുള്ള സന്ദർശനം. എന്താണ് ഈ ഇനാഗുറേഷൻ? ഇതിൻ്റെ റെലവൻസി എന്താ ഇനി മനസ്സിലായിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ അദ്ദേഹം കത്രിക തിരിയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ്. നോക്കിയപ്പോഴാണ് രാവിലെ 10 മണിക്ക് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കത്രികയാണ് അദ്ദേഹം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇന്ന് രാവിലെ 10:30 റാന്നിയിൽ നമ്മുടെ MLA പഴകുളം മധു വന്ന് അവിടെയുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം അവിടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാക്കി പോയ അലമ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഇതിന് മുമ്പ് ഒരു ഹെലികോപ്റ്റർ, ഇതേ ഹെലികോപ്റ്ററിൽ വേറൊരു റൗണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് പിണറായി വിജയൻ അന്ന് പോയപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലടാന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇവിടെ വയ്ക്കാം. ദൂർത്താണ്. പിണറായിക്ക് എന്തിനാണ് ഹെലികോപ്റ്റർ എന്നാണ് ചോദിച്ചത്. ആകെ ഇതുവരെ ചൂണ്ടിക്കാണിച്ചത് ഒരേ ഒരു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി, അതിൻ്റെ ഓഖി ഫണ്ട് അതിൽ നിന്ന് ഉപയോഗിച്ചു എന്നുള്ള ഒരു വിമർശനം മാത്രമാണ്. പിന്നീട് ആ ഉത്തരവ് പിൻവലിച്ചു കേട്ടോ. ഓഖി ഫണ്ടിൽ നിന്ന് കൊടുത്തില്ല, പിന്നെ GDയിലേക്ക് അത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ഒരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇല്ല, സർക്കാർ ഒരു സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഇന്ന് പല ചാനലിൻ്റെയും ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചു പോയി. അതൊക്കെ വൈറൽ ബൈറ്റായി. പക്ഷെ പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കെട്ടിച്ചമച്ച സ്ക്രിപ്റ്റുകളായിരുന്നു എന്നുള്ളത് പൊളിഞ്ഞു വീഴുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ദുരന്തം വരുന്ന സമയത്ത് എവിടെയോ ഈ ദുരന്തം ഉപയോഗിച്ച സർക്കാരിനെതിരെ ഇത്രയും നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരാൾ പോലും കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വരെ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് വിവാദമായി തീരേണ്ടത്? അപ്പോൾ ചുരുക്കത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രി മിനിമം അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് പിണറായി വിജയനാകാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തനായ ഒരു വി.ഡി. സതീശനാകാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.